പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഡെയിലി മന്നയിലൂടെ കർത്താവ് തരുന്ന ഓരോ ദിവസത്തെയും ദൈവത്തിൻ്റെ വചനം ഓരോരുത്തരുടെ ആത്മീയ വർധനവിന് കാരണമായി തീരുവാൻ ദൈവം സഹായിക്കുന്നതോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എത്ര പെട്ടെന്നാണ് ഓരോ ദിവസവും നമ്മിൽ നിന്ന് കടന്നു പോകുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മെ ഓരോരുത്തരെയും നടത്തുന്ന എല്ലാ വഴികൾക്കായി ദൈവത്തിന് നന്ദി പറയാം, സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 40-ാം അധ്യായം 1-ാം വാക്യം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. പ്രിയ മക്കളെ, ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. നമ്മുടെ നിലവിളി കേൾക്കുന്ന അപ്പൻ നമുക്ക് മറുപടിക്കായിട്ട് നാം കാത്തിരിക്കുമ്പോൾ അപ്പനിൽ നിന്ന് എന്താണ് മറുപടി കിട്ടുന്നത്? അതിനു വേണ്ടി ഒരു കാത്തിരിപ്പ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇവിടെ സങ്കീർത്തനക്കാരൻ യഹോവയിൽ നിന്ന് വരുന്ന മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ നാമും അതുപോലെ യഹോവയുടെ മറുപടിക്കായി കാത്തിരിക്കണം. അതായത് ഇന്ന് നമ്മൾ കാത്തിരിപ്പിനെ കുറിച്ച്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മറുപടിക്കായി എങ്ങനെയെല്ലാം കാത്തിരിക്കണം. ഒന്നാമതായിട്ട് നമ്മളെ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കണം. സങ്കീർത്തനങ്ങൾ 25-ന്റെ 4-5 വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ, ദിവസം മുഴുവനും ഞാൻ നിങ്കൽ പ്രത്യാശ വയ്ക്കുന്നു. നോക്കൂ പ്രിയ മക്കളെ, ദൈവത്തിൻ്റെ വഴികളെ അറിയുവാൻ ദാവീദ് ആകാംക്ഷയോടെ കാത്തിരുന്നു. അതായത് ദൈവം നമ്മെ നടത്തുന്ന വഴികളെയും പ്രവൃത്തികളെയും കുറിച്ച് നാം അറിയുന്നില്ല. അതുകൊണ്ട് ദിവസം മുഴുവൻ ദൈവത്തെ കാത്തിരിക്കുവാൻ നമുക്കൊരു ആകാംക്ഷ ഉണ്ടായിരിക്കണം. ഇവിടെ പറയാം, യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഹല്ലേലൂയ. ഇതൊക്കെ ലഭിക്കണമെങ്കിൽ, കർത്താവിൽ നിന്നുള്ള മറുപടി ലഭിക്കണമെങ്കിൽ നാം ഒരു കാത്തിരിപ്പ്, ഹല്ലേലൂയ, നമ്മിൽ ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് നോക്കൂ, ക്ഷമയോടെയുള്ള ഒരു കാത്തിരിപ്പ്. സങ്കീർത്തനങ്ങൾ 37-ന്റെ 7-ാം വാക്യത്തിൽ, യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക, കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. ഹല്ലേലൂയ. നോക്കൂ, നമ്മൾ കാത്തിരിക്കണം. നമ്മൾ ഹല്ലേലൂയ മറ്റുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പം നമുക്ക് പ്രയാസം വരുത്തുന്ന ആ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ പ്രയാസപ്പെട്ട് നമ്മൾ അങ്ങനെയല്ല, ദൈവസന്നിധിയിലുള്ള ആ മറുപടിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്തിൽ ദുരുപയോഗം പ്രയോഗിക്കുന്ന നീതികെട്ടവർ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ, ഹല്ലേലൂയ, നീതിമാന്മാർ എങ്ങനെയാണ് അവരുടെ മുമ്പിൽ നിൽക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നന്മ ചെയ്യുകയും നീതി ചെയ്യുകയും നമ്മെ പ്രകാശിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുമെന്നുള്ള ആ വിശ്വാസത്തിൽ നാം ദൈവത്തിനായി ക്ഷമയോടെ കാത്തിരിക്കണം. ഹല്ലേലൂയ. കഷ്ടതയും പ്രയാസങ്ങളും നമുക്ക് കടന്നു വരുമ്പോൾ ക്ഷമയോടെ ഇരിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 145-ന്റെ 15 പറയുന്നുണ്ട്, എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു, നീ തത്സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, തത്സമയം നമുക്ക് ആഹാരം കിട്ടേണ്ടതിന് നാം കാത്തിരിക്കണം. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവത്തെ, ഹല്ലേലൂയ, ആ ദൈവമാണ് നമ്മുടെ ദൈവം. സകലത്തിനും അതത് ആഹാരം കൊടുക്കുന്ന ദൈവം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അതിനൊക്കെ ഒരു കാത്തിരിപ്പ് വേണം. അടുത്തതായിട്ട് നോക്കൂ, ഏകാഗ്രതയോടെ നാം കാത്തിരിക്കണം. സങ്കീർത്തനങ്ങൾ 62-ന്റെ 5 പറയുന്നുണ്ട്, എൻ്റെ ഉള്ളമേ, ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ഏകാഗ്രതയോടെ കാത്തിരിക്കുമ്പോൾ നമ്മുടെ ചിന്ത മറ്റുള്ളതിലല്ല, ആ ഹല്ലേലൂയ ഉയരത്തിലെ ആ മറുപടിക്ക് വേണ്ടി മാത്രമായിരിക്കും. ദൈവത്തെ നോക്കി നമ്മളെ മൗനമായിരിക്കും. നമ്മുടെ മറ്റുള്ള ചിന്തകളെല്ലാം വെടിഞ്ഞ് ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തിനായി, ദൈവത്തിനുള്ള മറുപടിക്കായി കാത്തിരിക്കണം. ഹല്ലേലൂയ. പ്രതീക്ഷയോടെ അടുത്തതായിട്ട് നമുക്ക് കാത്തിരിക്കണം. സങ്കീർത്തനം 62-ന്റെ 6 പറഞ്ഞുകൊണ്ട്, അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു,
എൻ്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ കുലുങ്ങുകയില്ല. ഹല്ലേലൂയ. പ്രതീക്ഷയോടുള്ള കാത്തിരിപ്പ് നോക്കൂ പ്രിയ മക്കളെ. നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാം ദൈവമാണ്, പാറയും രക്ഷയും ഗോപുരം, അതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. ഹല്ലേലൂയ. നമുക്കറിയാം ഹന്ന എന്താ പ്രതീക്ഷയോടെ ഏകാഗ്രതയോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു. ഹല്ലേലൂയ. അവൾക്കൊരു കാത്തിരിപ്പ്, എനിക്കൊരു കുഞ്ഞിനെ വേണം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ കാത്തിരിപ്പ് നമുക്ക് ഹല്ലേലൂയ അതിന് മറുപടിയുണ്ട്, നിലവിളിക്ക് മറുപടിയുണ്ട്. ഹല്ലേലൂയ. ഏകാഗ്രതയോടെ പ്രതീക്ഷയോടെ ഏത് വിഷയം ദൈവസന്നിധി വെക്കുന്നോ അതിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണും, ദൈവിക മറുപടി നമുക്ക് കിട്ടും. അല്പസ്വല്പ സമയം കഴിഞ്ഞാലും ദിവസങ്ങൾ കഴിഞ്ഞാലും ആണ്ടുകൾ കഴിഞ്ഞാലും അതിന്മേൽ പ്രവർത്തിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. 123 സങ്കീർത്തനം 2 വാക്യത്തെ പറയുന്നു, ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്ക് എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളുടെ കൃപ ചെയ്യുവോളം കാത്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ നോക്കൂ. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ മറുപടിക്കായി കാത്തിരിക്കണം. ആരുടെ അടുക്കലേക്കാണ് നാം കാത്തിരിക്കേണ്ടത്? ഹല്ലേലൂയ. നമുക്ക് സാലറി കിട്ടുവാൻ നമുക്ക് ലഭിക്കേണ്ടത് ആരുടെ അടുക്കൽ നിന്നാണ് കിട്ടുന്നതെന്ന് നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ അവരുടെ അടുക്കൽ ചെന്ന് നമ്മളെ അതിനുവേണ്ടി കാത്തിരിക്കുന്നത് പോലെ ദൈവത്തിൽ നിന്നുള്ള ആ മറുപടിക്ക് വേണ്ടി നമ്മളെ കാത്തിരിക്കണം. ഹല്ലേലൂയ. അതായത് കൃപ ചെയ്യുവോളം പ്രതീക്ഷയോടെ കാത്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. മീഖാ പ്രവാചകൻ പറയുന്നുണ്ട് 7 അധ്യായം 7 വാക്യത്തിൽ, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. നമ്മൾ യഹോവയെങ്കിലേക്കാണ് നോട്ടം. നമ്മുടെ നോട്ടം യഹോവയെങ്കിലേക്ക് മാത്രമായിരിക്കണം. മറ്റുള്ള ചിന്താഗതിയിലേക്കോ മറ്റുള്ള ഹല്ലേലൂയ മനുഷ്യരുള്ള ആശ്രയത്തിലേക്കോ ആയിരിക്കില്ലേ, യഹോവയെങ്കിലേക്ക് മാത്രമായിരിക്കണം നമ്മുടെ നോട്ടം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കേ, വാഞ്ചയോടെ നാം കാത്തിരിക്കണം. സങ്കീർത്തനം 130 5-6 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, വരുന്നു ഹല്ലേലൂയ, പിന്നെ അത് ഹല്ലേലൂയ പകൽ, ഹല്ലേലൂയ എല്ലാം രാത്രി സന്ധ്യ എല്ലാം ആയിട്ട് അങ്ങനെ മാറിപ്പോകുന്നു. ഓരോ ദിനവും ദിവസങ്ങൾ ഓരോന്നോരോന്ന് മാറിക്കൊണ്ടിരിക്കുമ്പോഴും കർത്താവിൻ്റെ ആ മറുപടിക്കായിട്ട് നമ്മൾ കാത്തിരിക്കണം. ദിവസങ്ങൾ കഴിയട്ടെ, ആണ്ടുകൾ കഴിയട്ടെ, ഹല്ലേലൂയ സമയങ്ങൾ ഓരോന്നോരോന്നായിട്ട് പോകട്ടെ, പക്ഷേ അപ്പനിലുള്ള ആ മറുപടിക്കായിട്ട് നമ്മൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ ഹൗസ് കീപ്പർ, അതായത് ഹല്ലേലൂയ സൂപ്പർവൈസറൊക്കെ എന്താണ് ഹല്ലേലൂയ, അത് ജോലി തുടങ്ങി തീരുവോളം ഹല്ലേലൂയ അത് തീരുവോളം അവർ കാത്തിരിക്കുക. മറ്റുള്ളവരൊക്കെ വരുന്നതും പോകുന്നതും ഒക്കെ നോക്കി കാത്തിരിക്കുന്നത് പോലെ ഹല്ലേലൂയ കർത്താവിൻ്റെ വരവിനായിട്ട് ആ ഒരു ഹല്ലേലൂയ കാത്തിരിപ്പ്, വാഞ്ചയോടെയുള്ള ഒരു കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് വിലാപങ്ങളുടെ പുസ്തകം 3:26 പറയുന്നുണ്ട്, യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും അതും നല്ലതാണ്, നമ്മൾ മിണ്ടാതെ കാത്തിരിക്കണം. ഹല്ലേലൂയ. യഹോവയെങ്കിൽ നിന്നുള്ള മറുപടി എനിക്ക് കിട്ടും. മനുഷ്യർ പലതും പറയട്ടെ, നമ്മളെ നോക്കി അവര് എന്തെല്ലാം കുറ്റങ്ങളോ ദുഷികളോ എന്തൊക്കെ പറയട്ടെ, ഹല്ലേലൂയ നമ്മൾ മൗനമായിട്ട് അവരെന്തോ പറയട്ടെ അതിന് നമ്മൾ ചെവി കൊടുക്കാതെ കർത്താവിങ്കിൽ നിന്നുള്ള ആ മറുപടിക്ക് വേണ്ടി നമ്മളെ കാത്തിരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് ഹോശേയ പ്രവാചകന്റെ പുസ്തകം 12 അധ്യായം 6 വാക്യത്തിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് നീ നിന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക, ദയയും ന്യായവും പ്രമാണിച്ച് ഇടവിടാതെ നിന്റെ ദൈവത്തിനായി കാത്തുകൊണ്ടിരിക്കുക. പ്രീതി മക്കളെ, ഹല്ലേലൂയ ഇടവിടാതെ കാത്തുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്ക് ഹല്ലേലൂയ നമുക്ക് പലപ്പോഴും പല പ്രയാസങ്ങള് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ കടന്നു വരുമ്പോഴും അതിൻ്റെ മറുപടിക്ക് വേണ്ടി നമ്മൾ കാത്തുകൊണ്ടിരിക്കണം. കർത്താവപ്പച്ചൻ എത്ര നല്ലവനാണ്. ഹല്ലേലൂയ. നാം നിരന്തരമായി ദൈവത്തെ അന്വേഷിക്കുന്നവരായിരിക്കണം. എങ്ങനെ? പ്രാർത്ഥനയിൽ കൂടി മാത്രമേ നമുക്കൊരു കാത്തിരിപ്പ് കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മുടെ വിഷയം വെക്കുമ്പോൾ അവിടെയാണ് നമുക്ക് മറുപടി കിട്ടുന്നത്. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. അതെന്തിനാ? കർത്താവിൽ നിന്നുള്ള മറുപടിക്കാണ്. പ്രീതി മക്കളെ, ഇന്ന് കർത്താവിന്റെ വചനം കേൾക്കുന്ന ഓരോ ജീവിതങ്ങൾ ഏതെല്ലാം വിഷയത്തിന് വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്നോ അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, കർത്താവ്
എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും വലിയ വിടുതൽ ഹല്ലേലൂയ. ഏത് വിഷയത്തിന് വേണ്ടി അവർ അപ്പന്റെ സന്നിധി കാത്തിരിക്കുന്നു അതിന്മേൽ കാണുവാനിടയാകണം. ദൈവം അനുഗ്രഹിക്കണേ അപ്പ, കൃപയിൽ പൊതിയണമേ. കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുവാൻ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ നിൽക്കുവാൻ എല്ലാവർക്കും ഇടയാകണമേ. അങ്ങയുടെ കാര്യങ്ങളിൽ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓരോ മക്കളുടെ വിഷയത്തിന്മേലും കാത്തിരിപ്പിന്മേൽ ദൈവം മറുപടി അയച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ.